ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് പേഴ്സാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ബാലൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന സ്ട്രിപ്പ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് 8 ഇഞ്ച് വീതിയാണ്, 10 ഇഞ്ച് നീളവുമാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് വിഡ്ത്ത്, ലെങ്ത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇത് സെൻറ്ററിൽ ഞാൻ ഫോം ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ലൈനിങ്ങും ഉണ്ട്. മൂന്നും കൂടി ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അങ്ങിങ്ങായിട്ട് ഒരു ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. ശേഷം കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യുക. ഇനി നമ്മൾക്ക് സിബ് വെക്കണം. സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത അരികുവശവും കൂടി ചേർത്ത് ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മൾക്കത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമ്മൾക്ക് ആ സിബിൻ്റെ താഴ് സൈഡ് അരികുവശം താഴോട്ടാക്കി വെച്ചതിന് ശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക 2 സൈഡും. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 8 ഇഞ്ചിലാണ് നമ്മൾ സിബ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് സിബിൻ്റെ അല്പം താഴ്വശത്താക്കിയിട്ട് നമുക്കൊരു ലേസ് വെച്ച് കൊടുക്കാം. ഇത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ കൈവശം ഉള്ളത് വെച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾക്കൊരു സ്ട്രിപ്പ് സൈഡിൽ കൊടുക്കാനായിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു വുഡനിൻ്റെ ബീഡാണ്. അത് കളറൊക്കെ ഡിമ്മായിരുന്നതാണ്. അത് നെയിൽ പോളിഷ് ചെയ്ത് ഈ കളറാക്കി എടുത്തതാണ്. ശേഷം സ്ട്രിപ്പ് 2ആയിട്ട് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് നമ്മൾക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. ഇപ്പം നമ്മൾക്കതിന് റണ്ണർ ഇടണം. അപ്പോൾ റണ്ണർ ഇടാൻ വേണ്ടിയിട്ട് 2 സൈഡിൻ്റെ സിബിൻ്റെ വയർ അല്പം ഒന്ന് നീട്ടിയെടുത്തതിന് ശേഷം 2ഉം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റണ്ണർ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ സിബ് 2ഉം കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം 2 സൈഡും ചേർത്ത് വെച്ച് നമ്മൾക്ക് ഈ സ്ട്രിപ്പിനെ നമുക്കതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കണം. ഉള്ളിലാക്കി വെച്ചിട്ട് അരികുവശം ഒരേ ലെവലിൽ സ്ട്രിപ്പിൻ്റെ എല്ലാം ഒരേപോലെ വരത്തക്ക വിധം വെച്ചതിന് ശേഷം 2 സൈഡും ഒന്ന് തയ്ക്കുക. ശേഷം നമ്മൾക്കവിടെ കൂടി 2 സൈഡും ഒന്ന് പൈപ്പിങ് കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൽ സ്പെക്സ് വയ്ക്കാം, ഫോൺ ചെറിയ സൈസ് ഫോൺ വയ്ക്കാം, പൈസ വയ്ക്കാം. നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പേഴ്സ് തന്നെയാണിത്. നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന കുറച്ച് അല്പം തുണികൾ കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഉപയോഗമായിട്ടുള്ളൊരു പേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഗ്രീൻ കളർ ഞാൻ ഫോം ഷീറ്റൊന്നും വയ്ക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫോം ഷീറ്റ് വയ്ക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഇപ്പോൾ നോൺ വുവൻ്റെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗ്രീൻ കളർ 9 9.5 ആണ്. വയലറ്റ് കളറ് 11 × 10 ഇഞ്ചാണ്. ഇതിലൊക്കെ വയലറ്റ് കളറും അല്ലെ ബോർഡറുള്ള ഡാർക്ക് ഗ്രീനും ഒക്കെ വലിയ ഫോൺ വയ്ക്കാവുന്ന പാകത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. താങ്ക് യു.